ട്രാവൽ വിക്കാനുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആംസ്റ്റർഡാമിലാണുള്ളത്. ആംസ്റ്റർഡാമിൽ നിന്ന് ട്രെയിനൊക്കെ പോകുന്നുണ്ട്. ആംസ്റ്റർഡാമിൽ നിന്ന് ജർമ്മനിയിലേക്ക് പോവാണ്. ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ട്രെയിനിൽ പോകണം. ഇവിടെയാണെങ്കിൽ മഴ ഇങ്ങനെ പൊടിക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങനെയൊരു മഴ, ഇവിടുത്തെ ആംസ്റ്റർഡാമിലെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഇവിടുത്തെ വെതർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നമ്മൾ ടാക്സി പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഹോട്ടലിൻ്റെ എനിക്ക് നിങ്ങളെ കാണിക്കണമെന്നുണ്ട്. പക്ഷേ ടാക്സി നിനക്കൊന്നും തോന്നില്ല. മഴ പെയ്ത് ഫോണിലൊക്കെ വെള്ളമായി. അപ്പം നമുക്ക് നേരെ ആംസ്റ്റർഡാം സെൻട്രൽ സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത്. അവിടെ മഴ പൊടിയുന്നതല്ല കേട്ടോ, മഴ നന്നായിട്ട് വീഴുന്നുണ്ട്. നമ്മൾ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ടാക്സി വന്നു കഴിഞ്ഞാൽ ആംസ്റ്റർഡാം സെൻട്രലിലേക്ക് പോകും. അവിടുന്ന് ട്രെയിൻ, ആക്ച്വലി ജർമ്മൻ ലാംഗ്വേജിലാണ് ട്രെയിൻ ടിക്കറ്റൊക്കെ. അതുകൊണ്ട് സീറ്റ് നമ്പർ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഏത് ബോഗിയാണെന്നുള്ളത് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി അവിടെ ചെന്നിട്ട് അന്വേഷിക്കാം. 37 എന്നൊരു നമ്പർ കണ്ടു. അത് ബോഗിയുടെ ആണോ എന്തിൻ്റെ ആണെന്ന് പറഞ്ഞു. 37 എന്നൊരു നമ്പർ ഉണ്ടായിരുന്നത്. ഓക്കെ, എനിവേ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ എല്ലാം ടാക്സികളെല്ലാം ടെസ്ലയാണ്. മഴയിൽ തണുത്ത് വിറങ്ങലിച്ച് നിൽക്കുന്ന ആംസ്റ്റർഡാമാണ് ഈ കാണുന്നത്. ഇവിടുത്തെ കാലാവസ്ഥ എപ്പോഴും ഇങ്ങനെ തന്നെയാണെന്നാണ് തോന്നുന്നത്. ഞാൻ വന്നിറങ്ങിയ അന്നു മുതൽ ഇപ്പോൾ ഈ പോകുന്ന ദിവസം വരെയും ഇവിടെ ക്ലൈമറ്റ് ഇങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. പുതച്ചു മൂടി കിടന്നുറങ്ങുവാൻ പറ്റിയ ഒരു ക്ലൈമറ്റ്. ഇവിടെയുള്ള ആളുകളൊക്കെ എങ്ങനെയാണാവോ ജോലിക്ക് പോകുന്നത്? 15 വർഷത്തെ മിഡിൽ ഈസ്റ്റിലെ എൻ്റെ ജീവിതമാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുവാൻ പഠിപ്പിച്ചത്. പണ്ട് ഇങ്ങനെയുള്ള മഴയത്ത് തന്നെയായിരുന്നല്ലോ നമ്മളെല്ലാവരും സ്കൂളിലും പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് ആ മഴയെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഒരു നൊസ്റ്റാൾജിയാണ്. ആംസ്റ്റർഡാം സെൻട്രലിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാവുന്നതാണ്. നല്ല ഷവർമയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്നതുകൊണ്ട് ഞങ്ങൾ അത് കഴിക്കാൻ നിൽക്കുന്നില്ല. അതിൻ്റെയൊക്കെ വില പട്ടിക ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഫാർമസിയും അവിടെ തന്നെയുണ്ട്. നമ്മൾ ട്രെയിനിനുള്ള സമയമായിട്ടില്ല. സ്ക്രീനിൽ നമ്മുടെ പ്ലാറ്റ്ഫോം തെളിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പ്ലാറ്റ്ഫോമിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതുപോലെ ഈ സ്റ്റേഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ കഴിഞ്ഞ 2 ദിവസവും പാസ് ചെയ്ത ഫെറി ട്രാൻസ്പോർട്ടേഷൻ അവിടെ കാണാം. ഇവിടുന്ന് നേരെ അപ്പുറത്തേക്ക് പോയാൽ, ഇന്നലെയൊക്കെ നമ്മൾ പോയ ദിസ് ഹോളണ്ട് അവിടെയാണുള്ളത്. പിന്നെ സുവനീഴ്സൊക്കെ മേടിക്കാൻ ഇനി ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഷോപ്പുകളും ഇവിടെ തന്നെയുണ്ട്. കയറി വരുമ്പം തന്നെ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ കാണാം. ഈ സ്ക്രീനിലാണ് നമ്മുടെ ട്രെയിനിൻ്റെ ടൈമിംഗ് എല്ലാം വരുന്നത്. മെട്രോ, ട്രെയിൻ, ട്രാം ഇതിനെല്ലാം സ്റ്റേഷനുകൾ ഇവിടെ തന്നെയാണ്. ഇതൊക്കെ എങ്ങോട്ടേക്കാണ് പോകേണ്ടത് എന്നുള്ളതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 12-24 വരെയുള്ള ട്രെയിനുകളുടെ ലിസ്റ്റ് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. നമുക്കപ്പം ബാക്കിയുള്ള ഇടങ്ങളിലേക്ക് പോകണം. മീൻസ് നമ്മുടെ ട്രെയിനിൻ്റെ ഇത് വന്നിട്ടില്ല. വന്നു കഴിയുമ്പോൾ നമ്മൾ ഏതാണ് പ്ലാറ്റ്ഫോം നമ്പർ പറയുന്നത് അവിടേക്ക് പോകണം. സോ 2B മുതൽ 14 വരെ മുകളിലാണ്. അപ്പം നമുക്ക് മുകളിലേക്ക് പോകണം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ പ്ലാറ്റ്ഫോമിൻ്റെയും നമ്പർ. അപ്പോൾ അതാത് പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ വേണ്ടിയാണ് ഇതുള്ളത്. അപ്പോൾ അവിടെ 7B എഴുതിയിട്ടുണ്ട്. 7 എഴുതിയിട്ടുണ്ട്. അങ്ങോട്ട് പോകാം. അതുപോലെ തന്നെ ഇവിടെ ഞാൻ കണ്ട മറ്റൊരു സമ്പ്രദായമാണ് ഈ കാണുന്ന ലോക്കറുകൾ. ഇവിടെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ, പ്രധാനമായിട്ടും ബർഗറാണ്, അത് ഈ ഒരു ലോക്കറിൻ്റെ ഉള്ളിലാണ് അവർ കൊണ്ടുവയ്ക്കുന്നത്. അതിൻ്റെ ചൂട് നിലനിർത്താൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് പോകാനുള്ളത് പ്ലാറ്റ്ഫോം നമ്പർ 7ലേക്കാണ്. ഈ എസ്കലേറ്റർ വഴി നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. നമ്മുടെ നാട്ടിലെ റെയിൽവേ പ്ലാറ്റ്ഫോമുകളെ വെച്ച് നോക്കുമ്പോൾ ഈ നാട്ടിലെ പ്ലാറ്റ്ഫോമുകൾക്ക് ഒരുപാട് വ്യത്യസ്തതയൊന്നും ഞാൻ കണ്ടില്ല. വൃത്തിയുടെ കാര്യത്തിൽ മാത്രം ആംസ്റ്റർഡാമിലെ പ്ലാറ്റ്ഫോമുകൾ ഒരല്പം കൂടി മുൻപന്തിയിലാണ്. സിംഹത്തെ പോലെയുള്ള ഒരു വലിയ പട്ടിയെയും കൊണ്ട് ഒരാൾ അവിടെ വന്നു. അതിനെ കണ്ടിരുന്ന് ട്രെയിൻ വന്നത് അറിഞ്ഞില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ ഓടിപ്പിടിച്ച് ട്രെയിനിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഓടി കണ്ട ഒരു സീറ്റിൽ കയറിയിരുന്നു. ഭാഷയെ അറിയാൻ വയ്യാഴികയാണ് ഇവിടെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു അപകടമായത്.
ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ മുന്നിൽ കൂടിയാണ് ഈ ട്രെയിൻ കടന്നു പോകുന്നത്. ഈ കാണുന്നതാണ് ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടൽ. 2 ദിവസം എൻ്റെ ജനലിൽ കൂടി ഞാൻ കണ്ടിരുന്നത് ഈ ഇന്റർ യൂറോപ്യൻ ട്രെയിൻ ആയിരുന്നു എന്നുള്ള സത്യം ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത്. നമ്മൾ വന്നു കഴിഞ്ഞപ്പം ട്രെയിൻ നിർത്തി കഴിഞ്ഞപ്പം നമ്മുടെ കോച്ച് 37 ആയിരുന്നു. 37 നമ്പർ കോച്ച് തപ്പിയിട്ട് ഞങ്ങൾ ഈ ട്രെയിനിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഓടി. പകുതി എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു TTRനെ കണ്ടു. പുള്ളിയോട് എന്നിട്ട് ചോദിച്ചു എങ്ങോട്ടേക്കാണ് കയറേണ്ടത്. പുള്ളിക്കാരൻ പറഞ്ഞു നേരെ പുറകിലോട്ട് പോകാൻ. അങ്ങനെ പുറകിലോട്ട് പോയി ട്രെയിൻ വിടാൻ സമയമായതുകൊണ്ട് ഞങ്ങൾ ഇതിന് കണ്ട ഒരു ബോഗിൽ ചാടിക്കയറി അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഇങ്ങ് വന്ന് അവസാനം ട്രെയിനിൻ്റെ ലാസ്റ്റ് വരെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ വേറെ ഇംഗ്ലീഷ് അറിയാവുന്ന 2 പേര് ഇരിപ്പുണ്ടായിരുന്നു. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നമ്മുടെ ലൊക്കേഷൻ ഏറ്റവും മുന്നിൽ പോകണമെന്ന്. ഈ ലഗേജും കെട്ടി വിളിച്ച് പിന്നെയും ഈ ട്രെയിനിനുള്ളിൽ കൂടി നടക്കാൻ വയ്യാത്തത് കൊണ്ട് എനിക്കൊരു സംശയമുണ്ട്. സെയിം TTR തന്നെയാണ്. ഒരു TTR അപ്പം വീണ്ടും വന്നു. പുള്ളിക്കാരനോട് ചോദിച്ചു ഞങ്ങളുടെ ബോഗി ഏതാണ്. അപ്പോൾ പറഞ്ഞു ഏറ്റവും മുന്നിൽ പോകണമെന്ന്. എനിവേ ഇവിടെ ഇരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ റിസർവേഷൻ ഇല്ലാത്തവർക്ക് മുകളിലിങ്ങനെ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും എഴുതി കാണില്ല. റിസർവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ നമ്പർ അവിടെ മുകളിൽ എഴുതി വെക്കും. എവിടുന്ന് എവിടം വരെയാണെന്നുള്ളത്, നമ്പറല്ല എവിടുന്ന് എവിടം വരെയാണ് അവർ പോകുന്നതെന്നുള്ളത് എഴുതി വെക്കും. അങ്ങനെയാണ്. എന്തായാലും ഞങ്ങൾക്ക് ഇവിടെ റിസർവേഷൻ ഇല്ലാത്തൊരു സീറ്റ് കിട്ടിയത് കൊണ്ട് ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഇതാണ് ട്രെയിൻ ICE 125. മുകളിലായിട്ട് മുന്നിൽ സ്ക്രീനിൽ നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്നും ഈ ട്രെയിൻ എവിടെ നിന്നുമാണെന്നും ഒക്കെ വ്യക്തമായി എഴുതി കാണിക്കും. നമ്മുടെ നാട്ടിലെ മെട്രോ റെയിലിലൊക്കെ കാണിക്കുന്നത് പോലെ. അതുപോലെ നമ്മുടെ ലഗേജുകളൊക്കെ വെക്കാൻ നമ്മുടെ നാട്ടിലെ ട്രെയിനിലൊക്കെ ഉള്ളതുപോലെ തന്നെയുള്ള സൗകര്യങ്ങളാണ് ഈ ട്രെയിനിലും ഉള്ളത്. ട്രെയിൻ വന്ന നേരത്ത് വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് കാണിക്കാം. ഈ കാണുന്ന ട്രെയിൻ പോലെ തന്നെയാണ് നമ്മുടെ ട്രെയിനും ഇരിക്കുന്നത്. എൻ്റെ എല്ലാ ട്രെയിൻ ടിക്കറ്റുകളും ക്ലൂക്ക് വഴിയാണ് എടുത്തത്. അതുപോലെ തന്നെ പാരീസിൽ നിന്ന് ആംസ്റ്റർഡാമിലേക്ക് ഈ കാണുന്ന തരത്തിലുള്ള ട്രെയിനിലാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. ആംസ്റ്റർഡാമിലെ ഇൻ്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ചിപ്പോൾ എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ സ്ഥലത്തെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകേണ്ടവരും ഈ ട്രെയിനിൽ തന്നെയാണ് സാധാരണയായിട്ട് കയറുന്നത്. ഇതാണ് ആ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ ദൂരെയായിട്ടാണ് ആംസ്റ്റർഡാം എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ആംസ്റ്റർഡാം സെൻട്രലിൽ നിന്നും ജർമ്മനിയിലെ ഡുസൽഡോഫ് എന്ന റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ക്ലൂക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴിയാണ് എൻ്റെ ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തത്. ഏകദേശം 2 മണിക്കൂർ 8 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ യാത്രയ്ക്ക് എനിക്കും 11 വയസ്സുള്ള എൻ്റെ മകൾക്കും കൂടിയായത് 6566 ഇന്ത്യൻ രൂപയാണ്. ഈ യൂറോപ്യൻ ട്രിപ്പ് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് എന്നോട് ട്രെയിൻ ടിക്കറ്റ് എവിടെ നിന്നാണ് ബുക്ക് ചെയ്തത് എന്ന് ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഞാൻ വീണ്ടും പറയുന്നത്. ഈ യൂറോപ്യൻ ട്രിപ്പിൽ മാത്രമല്ല, ഇതിനു മുമ്പ് പോയിട്ടുള്ള പല ട്രിപ്പുകളിലും ഈ ഒരു ആപ്ലിക്കേഷനാണ് ട്രെയിൻ ടിക്കറ്റുകൾക്കും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലേക്കുള്ള ടിക്കറ്റിനും എന്നെ സഹായിച്ചത്. നെതർലൻഡിലെ ഏറ്റവും നീളം കൂടിയ ആർഹം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇനി നമ്മൾ എത്തുന്നത്. ഈ റെയിൽവേ സ്റ്റേഷനാണ് നെതർലൻഡിലെ ഏറ്റവും അവസാനത്തെ റെയിൽവേ സ്റ്റേഷനും. 1885 ഈ സ്റ്റേഷൻ നിർമ്മിതമായത്. 2006 റീകൺസ്ട്രക്ഷൻ നടത്തിയ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ മോഡൽ ഡിസൈൻ ചെയ്തത് US സ്റ്റുഡിയോ ആണ്. ഒരു ദിവസം 40,000-ഓളം ആളുകൾ കയറി ഇറങ്ങുന്ന റെയിൽവേ സ്റ്റേഷനാണ് എന്നാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് ഞാൻ കണ്ടത്. പക്ഷേ ഞങ്ങളുടെ ട്രെയിൻ ഇവിടെ എത്തിയപ്പോൾ വലിയ തിരക്കൊന്നും ഈ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ കണ്ടില്ല. മുംബൈ മെട്രോ സ്റ്റേഷൻ കണ്ടു കഴിഞ്ഞിട്ടുള്ള ഒരു ഇന്ത്യക്കാർക്കും ലോകത്തെവിടെ പോയാലും ഒരു റെയിൽവേ സ്റ്റേഷനിലും വലിയ തിരക്ക് അനുഭവപ്പെടില്ല. 2 വർഷത്തോളം മുംബൈയിലെ ദാദറിൽ നിന്നും നൽസോപാരയിലേക്കും തിരിച്ചും യാത്ര ചെയ്തതുകൊണ്ടാവാം എനിക്ക് ഈ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ കണ്ടപ്പോൾ തന്നെ തികച്ചും കാലിയായി അനുഭവപ്പെട്ടത്. നമ്മളിപ്പം ജർമ്മനിയുടെ ആദ്യത്തെ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഈ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ജർമ്മനി എത്തി എന്നുള്ള കാര്യം തന്നെ ഞാൻ അറിയുന്നത്. അതിർവരമ്പുകൾ ഒന്നും തന്നെ ഈ രാജ്യങ്ങൾ തമ്മിലില്ല.
ആകെ ഉണ്ടായ ഒരു വ്യത്യാസമെന്ന് പറഞ്ഞാൽ ട്രെയിനിൽ അനൗൺസ്മെൻറ്റ് ചെയ്തിരുന്ന ഭാഷ ഇത്രയും നേരം ഡച്ചിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അനൗൺസ് ചെയ്യുന്നത് ജർമ്മൻ ലാംഗ്വേജിലാണ്. അതുമാത്രമാണ് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് കടന്നപ്പോൾ ഉണ്ടായ വ്യത്യാസം. ആംസ്റ്റർഡാമിൽ നിന്ന് വ്യത്യസ്തമായി ജർമ്മനിയിൽ കയറിയപ്പോൾ മുതൽ ധാരാളം വ്യവസായ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ കാർ ഫാക്ടറികളും കാണുവാൻ തുടങ്ങി. അതല്ലെങ്കിലും ആഡംബര കാറുകളായ ബെൻസ്, പോർഷെ, ഓഡി, BMW തുടങ്ങിയവയുടെ ജന്മനാടായ ജർമ്മനിയിൽ നിന്നും നമ്മൾ ഈ കാർ ഫാക്ടറികളല്ലാതെ വേറെന്ത് പ്രതീക്ഷിക്കാനാണ്? കൃഷിയും ധാരാളമായി നടക്കുന്ന ഒരു രാജ്യമാണ് ജർമ്മനി. അതുകൊണ്ട് തന്നെ ധാരാളം പാടങ്ങളും ധാന്യ സംസ്കരണശാലകളും നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ കാണുവാൻ സാധിക്കും. ഈ സ്റ്റേഷനിൽ ഇറങ്ങിയാലും ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലത്തേക്ക് വളരെ പെട്ടെന്ന് എത്തുമായിരുന്നു. സത്യം ഇവിടെ നിന്നും പോകാറായപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഇവിടെ ഇറങ്ങിയില്ല, ഡസൽഡോഫിൽ തന്നെ ഇറങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഈ ട്രെയിനിലും ഇൻ്റർനെറ്റ് കണക്ഷൻ ലഭ്യമായിരുന്നത് കൊണ്ട് തന്നെ മരിയ ഫുൾ ടൈം ഇവിടെയും ബിസിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡസൽഡോഫിൽ വന്നിറങ്ങി. ഇപ്പോൾ ഇതാണ് ഞങ്ങൾ വന്നിറങ്ങിയ ട്രെയിൻ. ഇതാണ്. പക്ഷെ ഞങ്ങളുടെ ബോഗി ഇതല്ലായിരുന്നു, വേറെയായിരുന്നു. പക്ഷേ അവിടെ സീറ്റ് കിട്ടി. ഏറ്റവും ഫ്രണ്ടിലായിരുന്നു ഞങ്ങളുടെ സീറ്റ്. പക്ഷേ നമുക്ക് ബോഗി കണ്ടുപിടിക്കാൻ പറ്റാഞ്ഞത് കൊണ്ട് നമ്മൾ ഏറ്റവും പുറകിൽ സീറ്റുള്ളടുത്ത് വന്നിരുന്നു. ഇനി നമുക്ക് ക്രഫൽഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അത് ഇവിടുന്ന് ഒരു 10 മിനിറ്റ് യാത്രയുണ്ട്. അവിടത്തേക്ക് വേണ്ടി വേറെ ടിക്കറ്റ് എടുക്കണം. താഴെ ടിക്കറ്റ് കൗണ്ടറിൽ ചെന്നപ്പോൾ മനസ്സിലായി ഞങ്ങൾക്ക് പോകേണ്ടിയിരിക്കുന്ന സ്ഥലത്തേക്ക് ട്രെയിൻ ഇല്ല. അവിടെ എന്തൊക്കെയോ അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് കൊണ്ട് ട്രെയിനെല്ലാം റദ്ദാക്കിയിരിക്കുകയാണെന്ന്. ഒടുവിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങി ഞാനൊരു ഉബർ ബുക്ക് ചെയ്ത് ക്രഫൽഡിലേക്ക് യാത്ര തിരിച്ചു. അവിടെ ചെന്ന് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഇവിടെ മിഡിൽ ഈസ്റ്റുകാർക്ക് ലുലു എങ്ങനെയാണോ അതുപോലെ തന്നെ ജർമ്മൻകാർക്ക് അവിടെയുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റാണ് ഗ്ലോബസ് ഹൈപ്പർ മാർക്കറ്റ്. അവിടേക്ക് ഷോപ്പിങ്ങിനായി യാത്ര തിരിച്ചു. പലതരത്തിൽപ്പെട്ട ബ്രെഡുകൾ ഉണ്ട് എന്ന് ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പലതരത്തിലുള്ള ധാന്യങ്ങൾ നിറച്ചതും അതുപോലെ തന്നെ വീറ്റ് ബ്രെഡുകളും മിൽക്ക് ബ്രെഡുകളും അങ്ങനെ പേരറിയാത്ത പല ടൈപ്പ് ബ്രെഡുകൾ. അവരുടെ പ്രധാന ഭക്ഷണമായതുകൊണ്ട് തന്നെ ആവാം ഇത്ര തരത്തിൽ വെറൈറ്റിയിലുള്ള ബ്രെഡുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ബ്രെഡുകൾ മാത്രമല്ല, പല ടൈപ്പിലുള്ള കേക്കുകളും നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. നല്ല ചുവന്നു തൊടുത്ത സ്ട്രോബെറിയും മറ്റ് ഫ്രൂട്ട്സും നമുക്ക് ഇവിടെ കാണാം. ഇവയെല്ലാം ജർമ്മനിയിൽ തന്നെ ഉണ്ടാവുന്നവയാണ്. ധാരാളം ചോക്ലേറ്റുകളും ഇവിടെയുണ്ട്. പക്ഷേ ഇവിടെ നിന്നും ചോക്ലേറ്റുകൾ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. പല ചോക്ലേറ്റുകളിലും ആൽക്കഹോൾ കണ്ടന്റ് കാണും. അതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് മേടിക്കുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം മേടിക്കാൻ. അതുപോലെ മദ്യവും ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളിൽ ലഭ്യമാണ്. നമ്മുടെ നാട്ടിലെ പോലെ ബിവറേജസിലോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലൊക്കെ നടത്തുന്നത് പോലെ പ്രത്യേകം ഷോപ്പുകളിലോ അല്ല ഇവിടെ മദ്യം കിട്ടുന്നത്. അതിവിടെ മാത്രമല്ല, എല്ലാ യൂറോപ്യൻ കൺട്രികളിലും മറ്റു പല വിദേശ രാജ്യങ്ങളിലും ഇങ്ങനെ ഒരു സമ്പ്രദായമാണ് നിലനിൽക്കുന്നത്. അങ്ങനെ വേഗത്തിൽ ഒരു ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ താമസിക്കുന്നിടത്തേക്ക് ഞങ്ങൾ തിരിച്ചു. ആംസ്റ്റർഡാമിൽ നിന്ന് ജർമ്മനിയിലേക്കുള്ള ഞങ്ങളുടെ ട്രെയിൻ യാത്രയും അതിലെ അബദ്ധങ്ങളും അതുപോലെ തന്നെ ഈ ഒരു കൊച്ചു ജർമ്മൻ ഷോപ്പിങ്ങും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി വരും വരെ ഇറ്റ്സ് മീ ആൻഡ് സൈനിങ് ഓഫ്.